പൊള്ളാച്ചി യാത്രയുടെ തുടർച്ചയായി നമ്മൾ പോയത് മലമ്പുഴ ഡാമിലേക്കാണ്. 1955 പണി കഴിപ്പിക്കപ്പെട്ട മലമ്പുഴ ഡാം പിന്നീട് അതിൻ്റെ ഓരോ പുനർനിർമ്മിതികളും വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട്. ആൾക്കൊന്നിന് 25 രൂപ എന്ന രീതിയിൽ മലമ്പുഴ ഡാമിലേക്ക് പ്രവേശിക്കാമെങ്കിലും പിന്നീട് കയറുന്ന റോപ്പ് വേയും അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലും കയറണമെങ്കിൽ പ്രത്യേകം ഫീസ് ഉള്ളതാണ്. 600 മീറ്ററോളം നീണ്ടുകിടക്കുന്ന റോപ്പ് വേ വളരെ മനോഹരമായൊരു ദൃശ്യം തന്നെയാണ്. 20 മിനിറ്റോളം നമുക്ക് ഈ റോപ്പ് വേ വഴി സഞ്ചരിക്കാനായിട്ട് സാധിക്കും. പാലക്കാട് എത്തുന്നവർ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ സ്ഥലം തന്നെയാണ് മലമ്പുഴ ഡാം. മലമ്പുഴ ഡാമിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ബോട്ടിംഗ് ആണ്. വളരെ മനോഹരമായിട്ടുള്ള ഈ ഡാം വഴി സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് ബോട്ടിംഗ് വഴി സാധിക്കും. ഫാമിലിയായിട്ടൊക്കെ ഒരു ദിവസം ചിലവഴിക്കാനെത്തുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരിടം തന്നെയാണ് ഈ മലമ്പുഴ ഡാം. മലമ്പുഴ ഡാമിലെത്തുന്നവർക്ക് മറ്റൊരു പ്രധാന ആകർഷണമാണ് 1960 കാനായി കുഞ്ഞിരാമൻ പണി കഴിപ്പിച്ച ഈ മലമ്പുഴ യക്ഷിയുടെ പ്രതിമ. 30 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ത്രീരൂപം മോഡേൺ ആർട്ടിൻ്റെ ഒരു മനോഹര ദൃശ്യം തന്നെയാണ്. മലമ്പുഴ ഡാമിനോട് ചേർന്ന് തന്നെ കാണുന്ന ഈ സ്നേക്ക് പാർക്കും മറ്റൊരു ആകർഷണമാണ്. കേരളത്തിലെ വിവിധ ഇനം പാമ്പുകളെ പറ്റി നമുക്ക് മനസ്സിലാക്കുവാനും അവയെ കാണാനും സാധിക്കുന്ന ഒരിടം ഈ മലമ്പുഴ ഡാമിൽ നമുക്ക് എത്തിയാൽ സാധിക്കും. വനം വകുപ്പിന് കീഴിലുള്ള ഈ സ്ഥാപനം 30 രൂപ കൊടുത്താൽ ഒരാൾക്ക് പ്രവേശിക്കാനാവും. ഇത് ചേരയാണ്. വകുപ്പ് റിസ്ക്യൂ ചെയ്ത എല്ലാവിധ പാമ്പുകളെയും ഇവിടെ അവർ സുരക്ഷിതമായി പാർപ്പിക്കുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അടിപൊളി അത്ഭുതമാണ്. മലമ്പുഴ ഡാമും അതിൻ്റെ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.